തൃശ്ശൂർ എക്സിബിഷൻ തുടങ്ങിട്ടാ ഞങ്ങൾ പോയിണ്ടായിരുന്നു. നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിലാണ് സംഭവം. അവിടെ പാർക്കിംഗ് ഫീ 20 രൂപ, 40 രൂപ വരെ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ എന്റെ മോളും ഹസ്ബൻഡും കൂടി ഉള്ളിൽ കയറിട്ടാ. സാനിയ പിന്നെ പോണു. ആദ്യം തന്നെ ഈ ബെഡ്ഷീറ്റിന്റെ കട, അവിടെ എന്താ വില കുറവൊക്കെ ഉണ്ട്. 2 ബെഡ്ഷീറ്റ് 500 അങ്ങനെയൊക്കെ വില കുറവൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മാലേരിയും വളരെയൊക്കെ കടയട്ടാ. ഈ ഹെയർ ബാൻഡും മാലയും വളയും കമ്മലും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോഴായിട്ട് എന്റെ കയ്യിൽ ഈ ബാംഗിൾസിന്റെ സ്റ്റാൻഡില്ലേ, മരത്തിന്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഓൺലൈനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ കമ്മലിന്റെ കട, കുഞ്ഞു കുഞ്ഞു ബാഗുകൾ കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധനം കുറെ നേരം നോക്കുന്നു. വെറൈറ്റി ബാഗുകൾ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടാ. പിന്നെ ഈ ചെരുപ്പുകള്, ഈ ലെതറിന്റെ ഒക്കെ ചെരുപ്പില്ലേ. പിന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്ന കുഞ്ഞു മിഠായികളില്ലേ, ഇഞ്ചി മിഠായി, മാംഗോ മിഠായി, പുളി മിഠായി, നാരങ്ങ മിഠായി, അതിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ചേച്ചിനെ കണ്ടിട്ടില്ലേ, ഈ ചേച്ചി യൂട്യൂബിലൊക്കെ വൈറലായ ചേച്ചിയായി. ഇത് വെച്ചിട്ട് മക്കളെ നന്നായിട്ട് അടയ്ക്കാം. ഊതാൻ അറിയാമോ? അറിയാം. ബലൂൺ ഊന്ന പോലെ ഊതി കൊടുക്കാം, സ്പ്രേ ചെയ്ത് പെയിന്റിങ് ചെയ്യും. എന്റെ പോകുന്നപ്പോ പിന്നെയും ഈ വള മാല ഐറ്റംസ് ഇതിന്റെ ഒക്കെ കുറെ സ്റ്റാളുകളുണ്ട് കേട്ടാ. പിന്നെ ഡ്രസ്സിന്റെ, പിന്നെ അച്ചാറിന്റെ ഷോപ്പുകൾ കണ്ടപ്പോ ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ആയി. നല്ല സ്മെല്ല് വന്നു തുടങ്ങി. പക്ഷെ സാധനം അത് വാങ്ങാൻ സമ്മതിച്ചില്ല. കുറച്ചങ്ങോട്ട് ഈ ഐസ്ക്രീം അപ്പൊ അവൾക്ക് വേണം, അവളെന്തോ ഓരോ ഫ്ലേവർ എന്തോ എടുത്തു. അവളെടുത്തപ്പോ പിന്നെ എനിക്ക് ഇരിക്കാണ്ട് പറ്റില്ലല്ലോ. ഞാനും അപ്പൊ ഒരു സ്പോഞ്ചിന്റെ ആയിട്ട് അയച്ചു. അങ്ങനെ കഴിച്ചിട്ട് പിന്നെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസിന്റെ ഷോപ്പിട്ട് കുഞ്ഞു സാധനങ്ങൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പ്, പിന്നെ അങ്ങനെ നടന്നു. വളകള്, നല്ല വെറൈറ്റി വളകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മീനിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടാ. ഞങ്ങൾ കയറില്ലല്ലോ, പ്രാവശ്യം കയറാറുള്ളതാ. 100 രൂപ ഒരാൾക്ക്. പിന്നെ പോയപ്പോ ഈ മുളക് ബജി അതിന്റെ കട ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ട് കാണുന്നത് ആന്റിക് ഐറ്റംസിന്റെ ഒരു കട കണ്ടു കേട്ടാ. ഇത് ഭയങ്കര ഇഷ്ടം. ഞാൻ മുന്നൊന്നും പോയപ്പോ ഇത് കണ്ടിട്ടില്ല. ഇതൊരു വെറൈറ്റി ഒരു ഷോപ്പായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ കുറച്ച് പോയപ്പോ പിന്നെ നമ്മുടെ ഓരോ ട്രെയിന് അങ്ങനെ ഐറ്റംസുകളൊക്കെ വന്നു. സാധനം ട്രെയിനിൽ കയറി 2-3 റൗണ്ട് അടിച്ചു. അപ്പൊ ഇതൊരു സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഊഞ്ഞാലും മഞ്ചിയും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. ചെന്നപ്പോ ഇരുട്ടായി. ഞാൻ എല്ലാ പ്രാവശ്യം കയറാറുള്ളതാണ്, ഇപ്രാവശ്യം ഒന്നിലും കയറിയില്ല. ഈ ഐറ്റത്തിലൂടെയും കയറിയിട്ടാ. ഇതില് നമ്മൾ നോക്കിയപ്പോ നമ്മുടെ തലേന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലെഗ് എമൂന്റെ എഗ് തൊട്ട് കുഞ്ഞു കാടക്കോഴിയുടെ എഗ് വരെ ഇങ്ങനെ ഒരു ചെറുത് തൊട്ട് വലുത് തൊട്ട് ചെറുത് വരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നെടുത്ത് ഓരോന്ന് വായിച്ച് അങ്ങനെ അതൊരു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുന്ന് പോന്നിട്ട് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കുറച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒക്കെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അവരുടെ ഒരു കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പേരൊക്കെ എഴുതിയിട്ടു. പിന്നെ അവർ അതിനോട് തന്നെ കുറച്ച് ഇങ്ങനെ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ഗെയിംസ്, പിന്നെ അങ്ങനെ കുറച്ച് ഗെയിംസുകൾ അതൊക്കെ നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടു. അതിലൊക്കെ ഈ ബോളിന്റെ ബാസ്കറ്റ് ബോള്, കാരം ബോർഡ്, അങ്ങനെ കുറെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒരു കുറച്ച് ഇരുട്ടായിണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പുറത്തേക്കൊക്കെ ഇറങ്ങിയത് കാണാല്ലേ. അപ്പി മോളും ദേ പോണു. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സാധനത്തെ തുള്ളി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് പോയാൽ മനക്കൊടിയിലേക്ക്. അപ്പൊ ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്യും.
അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് എന്റെ വീട്ടിലെത്തി. അപ്പൊ എല്ലാരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു. അവളമ്മയുടെ കയ്യിൽ നിന്ന് ചോറൊക്കെ വാരി കഴിച്ചു. ഞാനും രണ്ടുരുളൊക്കെ കഴിച്ചു. അവിടുന്ന് ടാറ്റൊക്കെ പറഞ്ഞ് അമ്മാമിക്ക് ഉമ്മക്കൊക്കെ എടുത്തിട്ട് അവിടുന്ന് ടാറ്റൊക്കെ പറഞ്ഞു പോന്നു. അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ കൂടെ പിന്നെയും റൗണ്ട് ചെയ്തു. പിന്നെ ഓരോ ഗെയിംസ് ഒക്കെ ഇതുപോലെ കളിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു. അങ്ങനെ ഇക്കൊല്ലത്തെ എക്സ്പോ കണ്ടു, തൃശ്ശൂർ എക്സ്പോ 2025. അങ്ങനെ ഞങ്ങൾ കണ്ടു. അങ്ങനെ കണ്ട് ഞങ്ങളത് വീടെത്തി. അപ്പൊ ഓക്കെ, ബൈ.